അതെ, നമ്മൾ അസോസിയേഷനിൽ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഇപ്പം ചെയ്തത് എൻ്റെ പണിയല്ലേ, ഇത് ട്രഷറർ പണിയല്ല. ഈ ഫ്ലെക്സ് അടിക്കുക അത് പ്രസിഡന്റിൻ്റെ പണിയാണ്. ഏടോ ചെങ്ങ, ഇതിപ്പോൾ ആരെങ്കിലും ഒരാൾ ചെയ്താൽ പോലെ ഇപ്പം ഇത് ഇല്ല, ഞാൻ ഒരു റിട്ടയർഡ് ബാങ്ക് മാനേജർ അല്ലേ. ഏടോ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് മാനേജർ ആയാലും ഡോക്ടർ ആയാലും വക്കീലായാലും റിട്ടയർഡ് ആയില്ലേ ഇനി ഈ ജാതി പണിയൊക്കെ ചെയ്യണം. ഇതൊക്കെ ഏതെങ്കിലും ചെറുപ്പക്കാർ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ അസോസിയേഷനിലെ ചെറുപ്പക്കാരെ ഈ തന്നെയല്ലേ, ഇനിയിപ്പോൾ അതിന് വേറെ ആളാന്ന് അറിഞ്ഞ് നടക്കാൻ പറ്റുമോ? ഇതിപ്പം എനിക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. എന്താ ഇത് എന്തായിന്നാ പ്രസിഡന്റ് ഒന്ന് അന്വേഷിച്ചോ? അതില്ല. ആ ചെങ്ങായി ആ കിണറ്റുകാരൊക്കെ ഉണ്ടോ, ഓൻ്റെ വീട്ടിൽ ആരോ വരുന്നവരുണ്ടായിരുന്നു. അതപ്പോൾ അവിടെ ഇരിക്കാൻ നമ്മളോട് അങ്ങനെ അല്ലാനാ പറഞ്ഞത്. പോയിട്ട് വരുന്നില്ലല്ലോ. എന്താ ആ തലമാരെ പറഞ്ഞേക്കണ്ടായിരുന്നു, ഞാൻ പോയാൽ മതി. അല്ല കൊളാക്കിയിട്ടുണ്ടാവും ഇപ്പൊ. എന്താ നിങ്ങള് തെങ്ങുമുക്ക് നോക്കിയിട്ട് കയറും പിടിച്ചേക്കണ്? ഇയാടോ നിങ്ങൾ എപ്പോ പോയത് അവിടുന്ന്? ഇത് ഇത്ര നേരം വൈകുന്നുണ്ടെങ്കിൽ ഞാൻ അടിക്കാൻ പോയിരുന്നോ ഫ്ലക്സ്? നിങ്ങളുടെ ഫ്ലക്സ് എന്നാ അടിക്കണെന്ന് ആലോചിച്ചിട്ട് നടക്കുക. അപ്പളാ നിങ്ങൾ ഫ്ലക്സ് അടിക്കാൻ പോകണം. അല്ല, ഇത് ചെന്ന ഉടനെ അടിച്ചു തരില്ല. അത് മെഷീനാണ്, അത് പ്രിന്റ് ചെയ്ത് വരാൻ സമയം എടുക്കുവേ. അത് അടിച്ചോണ്ടെന്നതിന്റെ ഇപ്പൊ ഡിമാൻഡിൽ അപ്പം എന്ത് നോക്കിട്ട് തരുമ്പോ നോക്കണ്ടേ? ഇത് തല തിരിച്ചിട്ട് അടിച്ചേ. എന്താ ഈ കാണി? തിരിച്ചു പിടിക്കടാ ചങ്ങായി, തിരിച്ചു പിടിക്ക്. അങ്ങനെ പിടിക്കണെന്ന് വായിക്കണ്ടേ? അപ്പുറത്ത് പോയി. ഈ സാധനമൊക്കെ എന്ന് പ്രസിഡന്റ് ആവാനേ എന്നെ വിളിച്ചല്ലേ? പാചക നിരോധിത മേഖല. ഇവിടങ്ങളിൽ വിഷാടനവും വീടുകയറിയുള്ള കച്ചവടങ്ങളും നടക്കൂല, നിരോധിച്ചിരിക്കുന്നു. ഓൾഡ് മെൻസ് അസോസിയേഷൻ. അപ്പൊ എന്റെ പേരോടെ എന്റെ പേരോടെ പ്രസിഡന്റ് എടോ പ്രസിഡന്റിന്റെ പേര് വെക്കണ്ടേ? എന്തിന്? അതൊന്നും വേണ്ടാന്ന്. സത്യശീലൻ അടിയിൽ പേര് വെച്ചാൽ ആൾക്കാർ ശരിയിലൊന്നും എഴുതിയാൽ തന്നെ അറിയാത്ത തോണ. അതെ, ഇതിനകത്ത് ഒരു കുഴപ്പമുണ്ട്. ഇതിപ്പോ നമ്മൾ മലയാളത്തിലാണല്ലോ അടിച്ചേക്കണേ. ഇതിവിടെ കെട്ടിക്കഴിഞ്ഞാൽ മലയാളി യാചകരും ഭിക്ഷക്കാരും വായിക്കും. അപ്പൊ ഹിന്ദി അത് ബംഗാളി അവരൊക്കെ വന്ന് അവരെങ്ങനെ മനസ്സിലാക്കുന്നത്? എന്തൊക്കെ പറഞ്ഞ കക്കാൻ മരുന്നവരും മോശിക്കാൻ മരുന്നവരൊക്കെ അപ്പം ഈ നാനാജാതി ആൾക്കാരുണ്ടാവും. അവരൊക്കെ മാസം പഠിച്ചിട്ട് പ്ലസ് അടിക്കല. അപ്പൊ അത് നടക്കൂല. നമ്മളെ ഇതിനെ മലയാളം ഈ കക്കാൻ മരുന്നവര് പഠിച്ചു മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോട്ടെ. മതിയോ? ഓ അത് മതിന്നേ. അപ്പൊ ഇനി കോയാ, അപ്പൊ ഇനി നമ്മള് വൈകുന്നേരത്ത് കൂടുമ്പോ ആളോടൊന്ന് പറയാനല്ലോ. ഞാൻ വിചാരിച്ചെന്താ വെച്ചാലേ, ഞാനത് പറയാം. സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങളായി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെയും മോഷണത്തിന്റെയും വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വേണ്ട, ഇന്നലെ ഒരു 5 വയസ്സായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഞാനത് ഷെയർ ചെയ്ത് ലൈക്കും കിട്ടി. ഒരു കാര്യം പറഞ്ഞതിന്റെ ഇടയിൽ പിന്നെ എന്റെ മൊബൈലൊക്കെ ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതിപ്പോ വെക്ക്, ഇതിപ്പോ ഇനിയും കാണാലോ. അത് പറഞ്ഞു കേട്ടെ. ആ ചങ്ങായി അത് പഠിച്ചു വന്നിട്ട് അത് പറഞ്ഞു.